ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കുന്ന ഒരു ഫ്രാഞ്ചൈസാണ് മാർവലിൻ്റെ ഫ്രാഞ്ചൈസ്. ഇത് കൂടുതലും നമ്മുടെ ഡിസ്നിയുടെ കീഴിലാണ് നമ്മുടെ മാർവലിൻ്റെ മൂവീസ് ഇറങ്ങുന്നത്. പക്ഷേ കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ റൈറ്റ് ഇപ്പോഴും വേറെ വേറെ കമ്പനികളുടെ കയ്യിലാണ്. അത് ഒരിക്കലും നമ്മുടെ മാർവൽ കോമിക്സ് ഒരു ബാങ്ക്രപ്സിയുടെ സമയത്ത് അങ്ങനെ പല ക്യാരക്ടേഴ്സിൻ്റെ റൈറ്റ് പല കമ്പനികൾക്കായിട്ട് വിൽക്കേണ്ട വന്നിട്ടുണ്ട്. അങ്ങനെ വിറ്റ ഒന്നാണ് നമ്മുടെ ഹൾക്കിനെ യൂണിവേഴ്സൽ സ്റ്റുഡിയോസിനും അതുപോലെ തന്നെ നമ്മുടെ സ്പൈഡർമാൻ്റെ വില്ലന്മാരൊക്കെ ചേർന്നുള്ള ഒരു യൂണിവേഴ്സിന് നമ്മുടെ സോണിക്കായിട്ട് വിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സോണി സ്പൈഡർമാൻ്റെ കുറേ മൂവീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്പൈഡർമാൻ്റെ വില്ലന്മാരെ വെച്ചിട്ട് സ്പിൻ ഓഫ് ഇറക്കലും അവരുടെ ഒരു മെയിൻ കലാപരിപാടിയായിരുന്നു. ഇതിൽ പലതും വിജയിച്ചിട്ടില്ല. വിജയിച്ചതാണെങ്കിൽ വെനം മൂവിയാണ്. പക്ഷേ വെനം മൂവി ആണെങ്കിൽ അധികം പ്രോഫിറ്റബിൾ അവർക്ക് ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സോണി ഇപ്പോൾ സ്പൈഡർമാൻ്റെ സ്പിൻ ഓഫ് യൂണിവേഴ്സ് നിർത്താമെന്നാണ് പറയുന്നത്. അവർ തന്നെ പറയുന്നത് എങ്ങനെ ഒരു യൂണിവേഴ്സ് ഇല്ല എന്നാണ്. പക്ഷെ നമുക്കറിയാം അവരങ്ങനെ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്